ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. സുഖമാണോ? സുഖമാണോ? എങ്ങനെയാ പറയണ്ടേ? മറുപടി എങ്ങനെയാ പറയണ്ടേ? എനിക്ക് സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഓക്കെ. സന്തോഷമാണോ? അപ്പൊ എങ്ങനെയാ മറുപടി പറയാ? അതെ, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. എങ്ങനെ പറയാ? എനിക്ക് സന്തോഷമാണ്. മനസ്സിലായോ? ചോദിക്കുന്നതിന് വ്യക്തമായിട്ട് മറുപടി പറയണം. ഓക്കെ. ടീച്ചർ ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സന്തോഷമാണോ എന്ന് ടീച്ചർ ഇപ്പോൾ ചോദിച്ചത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് സന്തോഷമാണോ എന്ന് അറിയണം. അത് കൂടാതെ എന്ത് ചെയ്യണം? എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. എങ്ങനെ ഇരിക്കണ്ടേ? ഹാപ്പി ആയിട്ടിരിക്കണം. സങ്കടപ്പെട്ടിരിക്കരുത്. മനസ്സിലായോ? നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് ഹാപ്പി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, സന്തോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അയ്യോ എനിക്കതില്ല, എനിക്ക് ഇതില്ല, അയ്യോ എനിക്ക് പഠിക്കാൻ പറ്റണില്ല, അയ്യോ എൻ്റെ ഓർമ്മയിൽ വരണില്ല. ഇങ്ങനെ എപ്പോഴും നമ്മൾ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളിലേക്ക് വിഷമങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പോസിറ്റീവായിട്ടിരിക്കണം. എങ്ങനെയാ? പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കണമെന്ന്. എപ്പോഴും ചിരിച്ചിരിക്കണം, സന്തോഷത്തോട്ട് ഇരിക്കണം. മനസ്സിലെപ്പോഴും എന്ത് വേണം? സന്തോഷം വേണം. എനിക്കത് പറ്റും, ഞാനത് ചെയ്യും, എനിക്ക് പഠിക്കാൻ പറ്റും, എനിക്ക് എഴുതാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പറഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റും. അതിനെന്ത് വേണം? കോൺഫിഡൻസ് വേണം, അല്ലേ? ഒരു ആത്മവിശ്വാസം വേണം നമുക്ക്, വേണ്ടേ? അപ്പം ആത്മവിശ്വാസത്തിന് എന്ത് ചെയ്യണം? നമ്മൾ സ്വയം ചിന്തിക്കണം. ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരിയാണ്. പറയാറുണ്ടോ നിങ്ങളങ്ങനെ? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയാറുണ്ടോ? ഉണ്ടോ? അങ്ങനെ പറയണം കേട്ടോ. ഇന്നു മുതൽ നമ്മൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയണം. നമ്മളെക്കുറിച്ച് നമ്മൾ നല്ലത് പറയുമ്പോൾ മറ്റുള്ളവർ മോശമാണെന്ന് അർത്ഥമില്ല കേട്ടാ. നമ്മൾ നല്ലതാണ്, മറ്റുള്ളവരും നല്ലതാണ്. അപ്പം എന്താണ്? ലോകം മുഴുവൻ നല്ലതാണ്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. എപ്പോഴും അവനവനെ കുറിച്ച് നല്ലത് ചിന്തിക്കണം, നല്ലത് പറയണം. പിന്നെന്താ ചിന്തിക്കണ്ടേ? എനിക്കത് ചെയ്യാൻ പറ്റും, എനിക്കത് പഠിക്കാൻ പറ്റും, എനിക്കത് വായിക്കാൻ പറ്റും കേട്ടാ. അങ്ങനെ എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക. നല്ലത് മാത്രം ചിന്തിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും, അല്ലേ? നമ്മളെക്കുറിച്ച് നമ്മൾ നല്ലത് ചിന്തിക്കുക, മറ്റുള്ളവരെ കുറിച്ചും നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ നല്ല കുട്ടിയാണ്, എനിക്കത് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് നമുക്കൊരു ആത്മവിശ്വാസമൊക്കെ വരും. അപ്പം എന്താവും? നമ്മൾ ഹാപ്പിയാണ്, അല്ലേ? നമ്മൾ നല്ലതാണെന്ന് ചിന്തിക്കുക, മറ്റുള്ളവരും നല്ലതാണെന്ന് ചിന്തിക്കണം. ഓക്കെ. നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസം, നമ്മൾ വിദ്യ നേടുന്നത് നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിദ്യ നേടേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ പഠിച്ചു, അല്ലേ? അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിൽ വന്നപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങൾ മുഴുവനായിട്ടും നമ്മൾ പറയാനും എഴുതാനും വായിക്കാനൊക്കെ ഏതാണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിട്ട് ഓർഡറായിട്ട് പഠിക്കണം, ക്രമമായിട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ടീച്ചർ ഇതേത് അക്ഷരമാണ്, ഇതേതാണ് എന്ന് ചോദിച്ചാൽ അത് പറയാൻ അതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 ലൈനിൽ എങ്ങനെയാണ് മലയാളം എഴുതാന്നുള്ളതാണ്. അതും ഒരുമിച്ച്
എല്ലാ അക്ഷരവും ടീച്ചർ പഠിപ്പിക്കണില്ല കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ സ്വരാക്ഷരം നമ്മൾ പഠിപ്പിക്കാൻ എടുത്തതുപോലെ ഓരോരോ ക്ലാസ്സുകളിലായിട്ടായിരിക്കും 1-2 അക്ഷരങ്ങൾ വെച്ച് ടീച്ചർ 2 ലൈനിൽ എഴുതാൻ പഠിപ്പിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണം. ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കഴിയുമ്പോൾ അതിന് ശേഷം നിങ്ങൾ 2 ലൈൻ മേടിച്ചിട്ട് എഴുതിയാലും മതി. ഓക്കെ, അപ്പം ശ്രദ്ധിക്കാം. അപ്പം സ്വരാക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആദ്യത്തെയും രണ്ടാമത്തെ അക്ഷരം, 2 അക്ഷരങ്ങളൊന്ന് പഠിക്കാം 2 ലൈനിൽ എഴുതാനായിട്ട്. ആദ്യത്തെയും രണ്ടാമത്തെ അക്ഷരം ഏതാണ്? ആ ആ ഒന്ന് പറഞ്ഞേ. ആ ആ. അപ്പം ശ്രദ്ധിക്കുക എങ്ങനെയാണ് 2 ലൈനിൽ എഴുതേണ്ടത്. നിങ്ങൾ കോപ്പിയൊക്കെ എഴുതില്ലേ? കോപ്പി എഴുതുമ്പോൾ തെറ്റാതിരിക്കാനാണ് ടീച്ചർ പഠിപ്പിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നോക്കുക. ഇങ്ങനെയാണ്. ഒരു മിനിറ്റ്. ശ്രദ്ധിക്കുക. നമുക്ക് സ്വരാക്ഷരങ്ങളിൽ ആദ്യം എഴുതാം 2 ലൈനിൽ. നോക്കാം കേട്ടോ. 2 ലൈനിൽ എഴുതുന്നത് ഇങ്ങനെ എഴുതി ഇവിടെ വന്ന് ഇങ്ങനെ എഴുതുക. ഇതുപോലെ കണ്ടോ? ഇതേതക്ഷരമാണ്? ആ എന്ന് പറഞ്ഞേ. ആ കണ്ടോ? 2 ലൈനിൽ എഴുതുമ്പോൾ കണ്ടോ, നമ്മൾ 2 ലൈൻ ഓൾറെഡി ഇവിടെ ടീച്ചർ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അക്ഷരം എഴുതാം. ടച്ച് ചെയ്യണം. ഏതൊക്കെയാണ് എവിടേക്കാണ് ടച്ച് ചെയ്യണം എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കണ്ടോ? ഇങ്ങനെയാണ് 2 ലൈനിൽ ആ എഴുതേണ്ടത്. അടുത്ത അക്ഷരം നമുക്ക് പഠിച്ചാലോ? ആ പഠിച്ചോ? പഠിച്ചോ? ക്ലിയർ ആയോ? ഒന്നും കൂടെ നമുക്ക് എഴുതാം. എന്നിട്ട് എന്നതിലേക്ക് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ആവണ്ട, കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. നോക്കുക. ഇവിടെ നിന്ന് തുടങ്ങുക. സോറി, ഒരു മിനിറ്റ്. നോക്കുക. 2 ലൈൻ നമ്മൾ വരച്ചു. ഇവിടെ നിന്ന് തുടങ്ങി ഇതുപോലെ എടുത്ത് കണ്ട 2 ലൈനിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. ഇതാണ് ആ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് 2 ലൈനിൽ എഴുതുന്നതെന്ന് നമുക്ക് പഠിക്കാം. നോക്കുക കേട്ടോ. നമ്മൾ എഴുതിയ പോലെ തന്നെ എഴുതിയ പോലെ തന്നെ എഴുതുക. ഇവിടെ വന്നിട്ട് കണ്ട, ഇതാണ് ആ. മനസ്സിലായോ? എന്താണിത്? 2 ലൈനിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ കോപ്പി ബുക്കിലൊക്കെ എഴുതുമ്പോൾ അതുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. കണ്ട. അടുത്തത് കണ്ട. കിട്ടിയോ? ശ്രദ്ധിക്കുക കേട്ടോ. കണ്ട, ശ്രദ്ധിക്കുക. ഏതക്ഷരമാണ്? അടുത്തത് എഴുതുന്ന പോലെ തന്നെ എഴുതുക. ശേഷം ഇങ്ങനെ വരിക. ഒരു ടീച്ചറൊന്ന് മാക്കിയാണ്, ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. മാച്ചിട്ട് ശരിയായിട്ട് എഴുതി തരാം. ഓക്കെ, നോക്കുക. കണ്ട. ഇവിടെ സ്പേസ് വേണം കേട്ടോ. ഇവിടെ സ്പേസ് വേണം. 2 ലൈനിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് പഠിച്ചോ? ഒന്നും കൂടെ ടീച്ചർ എഴുതാം. ഇപ്പം കുറച്ചും കൂടെ മനസ്സിൽ പതിയും.
ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ആദ്യം പഠിച്ചതാണ്, ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇത് ആ. അടുത്തത് ആ തന്നെ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? താഴേക്കുള്ള വാല എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിക്കണം. കണ്ടോ? ആ. ഇതെന്താണ്? ആ ആ ആ ആ. കണ്ടോ? 2 ലൈനിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ശ്രദ്ധിച്ചോ? മനസ്സിലായോ? കിട്ടിയോ? നമുക്കൊന്നും കൂടെ എഴുതി നോക്കിയാലോ? ഒന്നും കൂടെ എഴുതിയാലോ നമുക്ക്? ടീച്ചർ ഒരുപാട് തവണ എഴുതുന്നത് നിങ്ങൾക്കത് കൃത്യമായി മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നോക്കുക. ആ. കണ്ടോ? ആ. അടുത്ത അക്ഷരം ഏതായിരിക്കും? ആ. ഓക്കെ. കണ്ടോ? ആ. കിട്ടിയോ? ഇങ്ങനെയാണ് 2 ലൈനിൽ എഴുതേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് അക്ഷരവുമായിട്ട് നമുക്ക് വരാം. ശുഭദിനം.